ഹായ് ഗൈസ്, ഡെയിലി ജോബ് അലേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നിന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒമാനിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്ന ഫ്രഷേഴ്സിനടക്കം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. 2 നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഗ്രോസറി ഫുഡ് ആൻഡ് നോൺ ഫുഡ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രോസൺ ഫുഡ്, ചിൽ ആൻഡ് ഡയറി, റോസ്റ്ററി, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, ഹൗസ് ഹോൾഡ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഗാർമെൻറ്റ്സ് എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന സെയിൽസ്മാൻമാരുടെ വേക്കൻസീസ് ആണ്. 100-ലധികം വേക്കൻസീസ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിനിമം +2 ഉള്ള 1 to 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത കാറ്റഗറി ജനറൽ മാനേജർ, 6 to 10 ഇയർ ആണ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് മാനേജർ, അതിലേക്ക് 5 to 7 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നിരവധി കാറ്റഗറികളായി വന്നിട്ടുള്ള കാറ്റഗറി സൂപ്പർവൈസേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. അതിലേക്ക് 4 to 6 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് MEP കോർഡിനേറ്റർ, ബിടെക് ഓർ ഡിപ്ലോമ വിത്ത് 5 to 6 ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് റിസീവിംഗ് ഇൻചാർജ്, ക്വാളിഫിക്കേഷൻ BCom ഓർ ഡിഗ്രി വിത്ത് 2 to 3 ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കൗണ്ടർ സെയിൽസ്മാൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് +2 വിത്ത് മിനിമം 1 to 2 ഇയർ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കാണ് 1 to 2 ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഫിഷ് കട്ടർ ഓർ ബുച്ചർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് 1 to 3 ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽഡ് ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ജൂലൈ 22, 24 തീയതികളിലായി വടകര, തിരൂർ എന്നിവിടങ്ങളിൽ വെച്ചിട്ടാണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഒമാനിലേക്ക് വന്നിരിക്കുന്ന മെഗാ ജോബ് ഇൻ്റർവ്യൂ തന്നെയാണ്. 300 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സെയിം പോസ്റ്റുകൾ തന്നെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ സെയിൽസ്മാൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ഫ്രഷേഴ്സിനടക്കം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി പോസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലേക്കുള്ള വോക്കിൻ ഇൻ്റർവ്യൂ വരുന്നത് ജൂലൈ 24 കൽപ്പറ്റയിൽ വെച്ചിട്ടാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.